ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ രാജ്യത്തെ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ HDFC സെക്യൂരിറ്റീസ് നിർദ്ദേശിച്ച ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന 12 ലാർജ് ക്യാപ് സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലോങ് ടൈം അക്കുമുലേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ HDFC സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൻ്റെ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷനും അതുപോലെ തന്നെ ഓരോ സെഗ്മെൻറ്റിലും ഉള്ള ഈ കമ്പനിയുടെ ലീഡർഷിപ്പ് പൊസിഷനും ഈ കമ്പനിയിൽ നിന്നും കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് ഉറപ്പാക്കുന്നതാണ്. ഉദാഹരണമായി റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഗ്രോത്തുള്ള സെക്കൻഡ് ലാർജസ്റ്റ് റീറ്റെയിൽ സെക്ടറായി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിലയൻസ് റീറ്റെയിൽ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ റിലയൻസ് ജിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സർവീസായി റിലയൻസ് ജിയോ മാറിക്കഴിഞ്ഞു. കൂടാതെ റിലയൻസ് പെട്രോ കെമിക്കൽ ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ ബിസിനസ്സും നമ്മൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വിവിധ സെഗ്മെൻറ്റിലുള്ള ലീഡർഷിപ്പ് പൊസിഷൻ ഈ കമ്പനിയിൽ നിന്നും വരും വർഷങ്ങളിലും കൺസിസ്റ്റൻ്റ് ഗ്രോത്തും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റും ഇൻവെസ്റ്റേഴ്സിന് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും എന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ IT സെക്ടറിൽ നിന്നും HDFC സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ് എന്ന സ്റ്റോക്ക്. റീസെൻ്റ്ലി Q4 അനാലിസിസിൽ നമ്മൾ കണ്ടതാണ് IT സെക്ടറിൽ ഇൻഫോസിസ് എന്ന കമ്പനി അതിൻ്റെ എംപ്ലോയീസിൻ്റെ വേജസ് വർദ്ധിപ്പിച്ചതിന് ശേഷവും നല്ല രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾക്ക് ഇൻഫോസിസിൽ കാണാൻ സാധിച്ചു. ഇൻഫോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേജിംഗ് ഏജൻസികളുടെ പോസിറ്റീവ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒന്ന്, കമ്പനിയുടെ നല്ല രീതിയിലുള്ള റവന്യൂ ഗ്രോത്ത്, കൂടാതെ പിരമിഡൽ രീതിയിലുള്ള റാഷണലൈസേഷൻ, കൂടാതെ ഡോളറിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് റുപ്പിയുടെ ഡിപ്രീസിയേഷനും ഈ കമ്പനിക്ക് പോസിറ്റീവായിട്ടുള്ള ഫാക്റ്റ് തന്നെയാണ്. അതുകൂടാതെ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഫാക്റ്റുകൾ കൊണ്ട് 2022 ഫിനാൻഷ്യൽ ഇയറിലും നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ ഈ കമ്പനിയിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. FMCG സെക്ടറിൽ നിന്നും 3 സ്റ്റോക്കുകളാണ് HDFC സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്നത്. FMCG സെക്ടറിലെ മാർക്കറ്റ് ലീഡറായ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആണ് അതിലെ ഒന്നാമത്തെ സ്റ്റോക്ക്. അതായത് FMCG സെക്ടറിലെ അൺഓർഗനൈസ്ഡ് പ്ലെയേഴ്സിൻ്റെ പ്രസൻസ് മൂലം HDFC സെക്യൂരിറ്റീസ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ എന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവർ എന്ന കമ്പനി ഈ സെക്ടറിലെ മാർക്കറ്റ് ലീഡറായി തന്നെ തുടരും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. ഇതുകൂടാതെ ഇത്രയും വലിയ ഗ്രോത്ത് സൈസുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ മാമത്ത് സൈസുള്ള കമ്പനിയായിട്ട് കൂടിയും ടൈം ടു ടൈമിൽ കമ്പനിയുടെ എഫക്റ്റീവ് പ്രൈസ് മാനേജ്മെൻറ്റ് മൂലം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉറപ്പാക്കുന്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ ലിമിറ്റഡ്. ഇതുകൂടാതെ കമ്പനിയുടെ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയും എക്സിക്യൂഷൻ സ്ട്രെങ്തും ഈ കമ്പനിയെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയായി മാറ്റുന്നുണ്ട്. ഇനി FMCG സെക്ടറിലെ രണ്ടാമത്തെ ഒരു സ്റ്റോക്കാണ് ITC എന്ന സ്റ്റോക്ക്. ITC എന്ന സ്റ്റോക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ ഫേമസ് ആയ ഒരു ഡിഫെൻസീവ് സ്റ്റോക്കാണ്. അതായത് കമ്പനിയുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ റിസ്ക്കും ഹൈ റിവാർഡുമാണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിലും അതായത് ലോങ് ടൈം പോർട്ട്ഫോളിയോ അക്കുമുലേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഒരു ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്കുമാണ് ITC എന്ന സ്റ്റോക്ക്. മൂന്നാമത്തെ സ്റ്റോക്കായിട്ട് FMCG സെക്ടറിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഡാബർ ഇന്ത്യ എന്ന സ്റ്റോക്കാണ്. അതായത് ഡാബർ ഇന്ത്യയുടെ പ്രത്യേകത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡാബർ ഇന്ത്യയുടെ പവർ ബ്രാൻഡ് സ്ട്രാറ്റജിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സെലക്റ്റഡ് പ്രോഡക്റ്റുകളുടെ കോർ ഡൊമസ്റ്റിക് പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യുന്നത് വഴിയാണ് ഈ കമ്പനി നല്ല രീതിയിലുള്ള ഒരു അഗ്രസീവ് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മൾ ഡാബർ ചവനപ്രാശം പോലുള്ള പ്രോഡക്റ്റുകൾ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇതിന് പാരലായിട്ടോ അല്ലെങ്കിൽ ഇതുമായി കോമ്പറ്റീറ്റീവ് ചെയ്യാനോ കേപ്പബിലിറ്റിയുള്ള മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാവില്ല. ആ രീതിയിലുള്ള ഒരു അഗ്രസീവ് ഗ്രോത്താണ് FMCG സെക്ടറിലെ ഡാബർ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്കിങ് സെക്ടറിൽ നിന്നും 2 സ്റ്റോക്കുകളെയാണ് HDFC സെക്യൂരിറ്റീസ് പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ICICI ബാങ്കും രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാനുലാർ ഡെപ്പോസിറ്റ് ബേസ് കാണുന്നതും കൂടാതെ ഗവൺമെൻറ്റിൻ്റെ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസറ്റ് സൈസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് അല്ല ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് വാല്യൂഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും ഗ്രോത്ത് ഓറിയൻറ്റേഷൻ നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു
റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിട്ടേണിനെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ICICI ബാങ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ബാങ്ക്. ഈ ബാങ്കിനെ കമ്പനി ഒരു പ്രോഫിറ്റ് എൻജിൻ അല്ലെങ്കിൽ സിംഗിൾ ഗ്രോത്ത് എൻജിനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ L&T എന്ന കമ്പനിയെയും HDFC സെക്യൂരിറ്റീസ് വരും വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ അക്കുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായി പരിഗണിച്ചിട്ടുണ്ട്. അതായത് L&T എന്ന കമ്പനിയെ ഇന്ത്യയുടെ എക്കോണമിക് ഗ്രോത്തുമായി ആണ് HDFC സെക്യൂരിറ്റീസ് കോറിലേറ്റ് ചെയ്യുന്നത്. L&Tയുടെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന 2 വർഷത്തേക്ക് 3.3 ലക്ഷം കോടി രൂപയുടെ ഓർഡറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വളരെ വലിയ രീതിയിലുള്ള ഓർഡർ വരും സമയങ്ങളിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഹൈഡ്രോ കാർബൺ, പവർ ആൻഡ് ഡിഫൻസ് സെക്ടറിലെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഈ സെക്ടറിലെ ഡെവലപ്മെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഫാർമ സെക്ടറിൽ നിന്നും HDFC സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക്. അതായത് കമ്പനിയുടെ സ്ട്രോങ് മാനേജ്മെൻറ്റ് ടീം, റോബസ്റ്റ് ബാലൻസ് ഷീറ്റ്, അതോടൊപ്പം തന്നെ സ്ട്രോങ് ഏണിംഗ് ഗ്രോത്ത് റെക്കോർഡ് എന്നിവ മൂലം വരും വർഷങ്ങളിൽ പ്രത്യേകിച്ചും 2020 മുതൽ 2023 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കായിട്ടാണ് സൺ ഫാർമയെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നും HDFC സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു മണി കോമ്പൗണ്ടിങ് സ്റ്റോറി കാണാൻ സാധിക്കും. അതായത് നല്ലൊരു ഗ്രോത്ത് ട്രാക്ക് റെക്കോർഡുള്ള സ്റ്റോക്ക് തന്നെയാണ്. കൂടാതെ കമ്പനിയുടെ ഹൈ മാർജിൻ ബിസിനസ്സും ഡൈവേഴ്സിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മിക്സും കൂടാതെ ടെക്നോളജി ഫോക്കസ് പോയിൻ്റ് അപ്രോച്ചും ഈ കമ്പനിയിൽ നിന്നും വരും വർഷങ്ങളിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഓട്ടോ സെക്ടറിൽ നിന്നും 2 സ്റ്റോക്കുകളെയാണ് HDFC സെക്യൂരിറ്റീസ് പിക്ക് ചെയ്തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഓട്ടോ സെക്ടറിലെ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കായ ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്ക്. ബജാജ് ഓട്ടോയുടെ ഹൈ റിട്ടേൺ റേഷ്യോയും അതുപോലെ തന്നെ സ്ട്രോങ് ബാലൻസ് ഷീറ്റുമാണ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോയിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരുപാട് അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് വളരെ നല്ല രീതിയിലുള്ള ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി കാണാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഡക്റ്റ് റേഞ്ചിനും അതുപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസിനും അത്ര പാരലൽ അല്ലാത്ത രീതിയിൽ, അതായത് വാല്യുവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഉയർന്ന വാല്യുവേഷന് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക്. അതായത് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ഓരോ മാസത്തെയും സെയിൽസ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഗ്രോത്തിനെയും അതുപോലെ തന്നെ ഈ കമ്പനി ഫ്യൂച്ചറിൽ ഒരു പ്രോമിസിങ് റിട്ടേൺ തരുന്ന കമ്പനിയാണെന്ന് നമ്മൾക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്